أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين واذكر നബി അങ്ങ് ഓർക്കുക ഇദ്സ്തസ്ഖ മൂസ നബി അലൈഹി സ്വലാം വെള്ളം ആവശ്യപ്പെട്ട സമയം ഐ ത്വലബ സുഖിയ ലി ഖൗമിഹി തൻ്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളം ആവശ്യപ്പെട്ട സന്ദർഭം ഓർക്കുക. ഫഖുൽന അല്ലേ ഇവിടെ വഖദ് അതിശു ഫി തീഹി തീഹിൽ വെച്ചുകൊണ്ടാണ് സംഭവം. തീവിൽ വെച്ചുകൊണ്ട് തീഹി എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് അവർ ദാഹിച്ച സമയത്താണ്. അപ്പൊ നാം പറഞ്ഞു ഫഖുൽന ദ്രിബ് അസ്വാക്കൽ ഹജർ. ഫഖുൽന അപ്പോൾ നാം പറഞ്ഞു ഇലിരിബ് അങ്ങനെ എന്ത് ചെയ്യുക, അടിക്കുക, ബി അസ്വാക്ക് അങ്ങോട്ട് വടികൊണ്ട് അൽ ഹജർ ആ കല്ലിനെ അടിക്കുക. ആ വടി കൊണ്ട് എന്ത് ചെയ്യുക, കല്ലിനെ അടിക്കാൻ പറഞ്ഞു. വഹുവല്ലതി ഫറബി സൗബിഹി അത് ഏതാണ് ആ കല്ലെന്നറിയോ? വഹുവല്ലതി അതൊരു കല്ലാണ്. ഫറബി സൗബിഹി അദ്ദേഹത്തിന്റെ വസ്ത്രവുമായിട്ട് ഓടിയ കല്ല്. ഖഫീഫായ മുറബ്ബ ആണ്, ചതുരത്തിലുള്ള നേരിയ കല്ലാണ്. കറസിർ റജുലി മനുഷ്യന്റെ തല പോലെ. റുഹാമിൻ ഔ കദ്ദാനിൻ റുഹാമിൻ്റെയോ കദ്ദാനിൻ്റെയോ. ഫളറബഹു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ആ കല്ലിനെ അടിച്ചു. ഫം ഫജറത്ത് അപ്പോൾ പൊട്ടിയൊലിച്ചു. അതായത് അല്ലേ, ഫം ഫജറത്ത് അവിടെ അതാ പറഞ്ഞ ഫൻഷക്കത്ത് ആ കല്ല് പൊട്ടിയൊലിച്ചു. സാലത്ത് മിൻഹു അതിൽ നിന്ന് ഒലിച്ചു. ഇസ്നത്ത അശ്റഅത ഐന 12 അരുവികളാണ് ഒലിച്ചത്. എങ്ങനെ? ബി അതതിൽ അസ്ബാത്തി ആ ഗോത്രം യഹൂദ ഗോത്രത്തിന്റെ എണ്ണം അനുസരിച്ച് അവർ 12 ഗോത്രങ്ങളുണ്ട്. അപ്പോൾ ആ 12 ഗോത്രങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് എന്ത് ചെയ്തു, ആ കല്ല് പൊട്ടിയൊലിച്ചു. ഖദ് അലിമ കുല്ലു ഉനാസിൻ ഓരോ മനുഷ്യരും അറിഞ്ഞു. ഐ സബത്തമിൻ അവരിൽ നിന്നുള്ള ഓരോ ഗോത്രവും. മഷ്റബഹും അവരുടെ മഷ്റബിനെ അറിഞ്ഞു, അവരുടെ എന്താണ് കുടിക്കുന്ന സ്ഥലം. ഈ മൗലിയ ഷുർബിഹിം അവരുടെ പാനീയത്തിന്റെ സ്ഥലം അറിഞ്ഞു. അപ്പൊ ഫലാ യശ്റക്കുഹും ബിഹി ഗൈറുഹും അപ്പൊ അവരോട് മറ്റുള്ളവർ പങ്കാവൂല. അതില് ഓരോരുത്തർക്ക് പ്രത്യേകമായിട്ട് ഓരോ സ്ഥലങ്ങളാണ്. അതായത് 12 അരുവികളുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അരുവികൾ, ഓരോ ഗോത്രത്തിനുമാണ്. ഓരോരുത്തർക്കും എന്ന് വെച്ചാൽ ഓരോ ഗോത്രത്തിനും 12 ഗോത്രങ്ങളിൽ. വഖുൽനാലഹും നാം അവരോട് പറഞ്ഞു, കുലു നിങ്ങൾ ഭക്ഷിക്കുക, വഷ്റബു നിങ്ങൾ കുടിക്കുക, മിൻ റിസ്ഖില്ലാഹി അള്ളാഹുവിൻ്റെ റിസ്ഖിൽ നിന്ന്, അള്ളാഹുവിൻ്റെ റിസ്ഖിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ നിങ്ങൾ ഭൂമിയിൽ തഅസൗ ഫിൽ അർളി മുഫ്സിദീന നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫസാദ് ഉണ്ടാക്കരുത് ഭൂമിയിൽ. അത് ഹാലാണ്. മുഅക്കദ അലി ആമിലിഹ മിൻ അസിയ ബികസ്രിൽ മുസല്ലസത്തി അഫ്സദ എന്നർത്ഥം അല്ലേ. നിങ്ങൾ ഇവിടെ ശരിക്കും അഫ്സദ എന്ന് തന്നെയാണ് തഅസൗടെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്. അപ്പോൾ താക്കീതാട്ട് നിങ്ങൾ തന്നെ ഫസാദ് ഉണ്ടാക്കുന്ന ഒരാശയം, ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. വലാ തഅസൗ ഫിൽ അർളി മുഫ്സിദീൻ. അപ്പോൾ ഇവിടെ ഈ പ്രിന്റിൽ കണ്ട ചില ഖുർആനായത്ത് ചെറുതാക്കി എഴുതി റൗണ്ടിൽ പെടാതെ വന്ന് അങ്ങനെ പല രീതിയിലും വന്നിട്ടുണ്ട്. അത് അവിടുത്തെ വ്യത്യാസങ്ങളാണത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബഗ്വി നോക്കാം. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر
فانفجرت منه اثنتا عشرة عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تغسوا في الأرض مفسدين വൈദിസ്തസ്ഖാ മൂസ നബി അലൈഹി സ്വലാം വെള്ളം ആവശ്യപ്പെട്ട സന്ദർഭവും ഓർക്കുക. ഐ ത്വലബസുഖിയ എന്നാണ്, വെള്ളം ആവശ്യപ്പെട്ടു. മൂസാ നബി വെള്ളം ആവശ്യപ്പെട്ടു. ലിഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് വേണ്ടി, മൂസാ നബി തന്റെ ജനതയ്ക്ക് വേണ്ടി. ഇവിടെ പറഞ്ഞല്ലോ, ഖുറാനിലാണല്ലോ മൂസാലി ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയ്ക്ക് വേണ്ടി. അപ്പോൾ അത് എന്താ സംഭവം? അന്നഹും അതിശു ഫിത്തീഹി, അവർ തീഹ് എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ദാഹിച്ചു. ഫസഅലു മൂസ, അപ്പോൾ അവർ മൂസാ നബിയോട് ചോദിച്ചു, അയ്യസ്തസ്ഖിയാലഹും, അവർക്ക് വേണ്ടി വെള്ളം തേടാൻ. അപ്പോൾ ഫഅല, അപ്പോൾ മൂസാ നബി വെള്ളം തേടി. ഫൗഹ ഇലൈഹി, അപ്പോൾ മൂസാ നബിയിലേക്ക് അള്ളാഹു വഹി അറിയിച്ചു. എന്താ വഹി അറിയിച്ചത്? കമാ കാല, അല്ല പറഞ്ഞത് എന്താ? ഫഖുൽന ളിരിബ് അസ്വാ, ഫഖുൽന, അപ്പോൾ നാം പറഞ്ഞു, അല്ല പറയണം, നാം പറഞ്ഞു, ഇളിരിബ്, അങ്ങ് അടിക്കുക, ബി അസ്വാക്ക, അങ്ങയുടെ വടി കൊണ്ട് അടിക്കുക. വക്കാനത്ത് മിൻ ആസിൽ ജന്ന, അത് സ്വർഗത്തിലെ ആസിൽപ്പെട്ടതായിരുന്നു. അദ്ദേഹത്തിന് വടി കിട്ടിയല്ലോ, അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന വസ്തുക്കളിൽപ്പെട്ട വടിയാണ്. തൂലുഹ അഷ്റത്ത് അദ്റുയിൻ, അതിൻ്റെ നീളം എത്രയാണ്? 10 മുഴമാണ്. അല തൂലി മൂസ അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുഴ നീളത്തിൻ്റെ അനുസരിച്ച് 10 മുഴമുണ്ടായിരുന്നു. വലഹ ശുഅബത്താൻ, അതിന് 2 ചില്ല കൊമ്പുകൾ ഉണ്ടായിരുന്നു, ശുഅബത്തുണ്ട്. തത്തഖിദാനി ഫില്ലുൽമതി നൂറൻ, അത് രണ്ടും ഇരുട്ടിലത് പ്രകാശമായി കത്തും. വസ്മുഹ അല്ലിയഖുൻ, അതിൻ്റെ പേര് അല്യഖ് എന്നായിരുന്നു അല്ലേ? അത് ഹമലഹ ആദം അലൈഹി സ്വലാമിനെ ജന്ന, അത് ആദം നബി എന്താണ്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഫതവാറസഹൽ അംബിയാവു, അതിനെ അങ്ങനെ അമ്പിയാക്കന്മാർ അതിനെ അനന്തരമെടുത്തു. ഹത്ത വസലത്ത് ഇലാ ശുഐബ് അലൈഹിസ്സലാം, അങ്ങനെ അത് ശുഐബ് നബി അലൈഹി സ്വലാമിലേക്ക് എത്തിച്ചേർന്നു. ഫാത്വഹ, ശുഐബ് നബി അതിനെ നൽകിയതാണ് മൂസ അലൈഹി സ്വലാമിന്. അതായത് അദ്ദേഹത്തിൻ്റെ ശുഐബ് നബിയുടെ മകളെയാണ് ആര് കെട്ടിയത്? മൂസാ നബി വിവാഹം കഴിച്ചത്. അപ്പോൾ മൂസാ നബി എന്ത് ചെയ്തു? മൂസാ നബിക്ക് ശുഐബ് നബി അത് നൽകിയതാണ്. കാല മുഖാത്തിൽ എന്നവർ പറഞ്ഞു, അൽ ഇസ്മു ആസ്വാ, ആ വടിയുടെ പേര് എന്താണ്? ബൻഅത്ത എന്നാണ്. ഖൗലുഹു തആല അൽ ഹജർ, ഇസ്മുൽ അസ ബിനഅത്തിഹി, ഖൗലുഹു തആലാന്റെ ഖൗലുൽ ഹജ്റ എന്ന് പറഞ്ഞില്ലേ, കല്ലിനടിക്കാന്ന് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, വടി കൊണ്ട് പാറക്കല്ലിന് അടിക്കാൻ പറഞ്ഞു. അൽ ഹജർ, ആ പാറക്കല്ലിനെ അടിക്കുക എന്നല്ലേ പറഞ്ഞത്? പാറയടിക്കാൻ പറഞ്ഞു. ഇഖ്തലബു ബി, അവർ ആ കല്ലിൻ്റെ വിഷയത്തിൽ എതിരുണ്ട്. ഏതാണ് കല്ലെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ എതിരുണ്ട്. കാല വഹബ് എന്നവർ പറഞ്ഞത് ലം യക്കുൻ ഹജറൻ മുഅയ്യന, അതൊരു നിർണിത കല്ലല്ലായിരുന്നു. ബൽക്കാന മൂസ, എങ്കിലും മൂസാ നബി എതിരിബു, അടിച്ചു, അയ്യ ഹജറിനെ, ഏത് ഹജറിനെയും, കാന, അത് മിൻ ഉർലിൽ ഹിജാറത്തി, ഏത് കല്ലടിച്ചാലും എന്ത് ചെയ്യും? അത് ഫൻഫജിറു ഉയൂനൻ ലികുല്ലി സിബത്തിൻ, ഫൻഫജിറു ഉയൂനൻ, അത് ഉയൂനായിട്ട് എന്ത് ചെയ്തു? പൊട്ടിയൊലിച്ചു. ഫൻഫജറ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടിയൊഴുകിയെന്ന്. ലികുല്ലി സിബത്തിൻ, അതിന് ഓരോ ഗോത്രത്തിനും എന്തുണ്ടായിരുന്നു? ഓരോ അരുവി ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്. ഫൻഫജറത്ത് മിൻ ഹുസ്നത്ത അശ്റത്തൈന എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? ഇസ്നത്ത അശ്റത്തൈന, 12 അരുവികൾ അതിൽ നിന്ന് പൊട്ടിയൊലിച്ചു. ഉറവകൾ, അരുവികൾ, അതാ പറഞ്ഞത്. വക്കാനു ഇസ്നാശ്ര സിബത്തൻ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 12 ഗോത്രങ്ങളാണ് അവരായിരുന്നു. സുമ്മ തൗസീലു കുല്ലു ഐനിൻ ഫി ജദ്വലിൻ ഇലാ സിബത്തില്ലതി ഉമിറ അൻ യസ്ഖിയഹും, പിന്നെ ഓരോ അരുവികളും ഒലിക്കും. ഫി ജദ്വലിൻ,
ജദുവലിലായിട്ട് ഇല സബത്തിലേക്ക് അല്ലതി ഉമിറ അയസ്ഖിയഹും അവരോട് കൽപ്പിക്കപ്പെട്ടു അവർ കുടിക്കാൻ അങ്ങനത്തെ എന്താ ഓരോ സുമ്മ തുസീലു കുല്ലു ഐനിൻ ഫിൽ ജദുവലിൻ ഇല സിബത്തില്ലതി ഉമിറ അയസ്ഖിയഹും ഓരോ ഗോത്രത്തിനുള്ളതിലേക്ക് എന്ത് ചെയ്യും പെട്ടിയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പാത്രത്തിലേക്ക് ഒലിച്ചു. വക്കാലൽ ആഹറൂന മറ്റു ചിലർ പറഞ്ഞു കാന ഹജറൻ മുഅയ്യനൻ അത് നിർണിതമായ ഒരു കല്ലായിരുന്നു ബിദലീലി അന്നഹു ഉജിഫ ബിൽ അലിഫി വല്ലാമി അലിഫ്ലാമ് കൊണ്ടല്ലേ ആ കല്ലിനെ അടിക്കാന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നിർണിത കല്ലാണ്. വക്കാല ഇബ്നു അബ്ബാസ് പറഞ്ഞു കാന ഹജറൻ ഖഫീഫൻ മുറബ്ബഅൻ അലാ ഖദ്രി റഅസിർ റജുലി കാന യളഉഹു ഫീ മിഖ്ലാത്തിഹി ഫയഹ്താജു ഇലൽ മാഇ വളഉഹു വളറബഹു ബിഅസ്വാഹു. ഇബ്നു അബ്ബാസ് പറയാം അതൊരു കല്ലായിരുന്നു, ഖഫീഫ നേരിയ കല്ലായിരുന്നു, മുറബ്ബൻ ചതുരത്തിലുള്ള, അലാ ഖദ്രി റഅസിർ റജുലി ഒരു മനുഷ്യൻ്റെ തലേൻ്റെ അളവിലുള്ള, കാന യളഉഹു ഫീ മിഖ്ലാത്തിഹി അദ്ദേഹത്തിൻ്റെ മിഖ്ലാത്തിൽ അതിനെ വെക്കുമായിരുന്നു, ഫൈദഹ്താജു ഇലൽ മായി അങ്ങനെ അവർ വെള്ളത്തിലേക്ക് ആവശ്യം വന്നാൽ വളഅഹു അദ്ദേഹം അതിനെ വെക്കും, അണ്ട് വളറബഹു ബിഅസാഹു അടി കൊണ്ട് അടിക്കുമായിരുന്നു, അങ്ങനെ ആയിരുന്നു. വഖാല അത്താവ് പറയും കാനലിൽ ഹജരി അർബഅത്തു വുജൂഹിൻ ആ കല്ലിന് 4 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ലികുല്ലി വജ്ഹിൻ സലാസ അയ്യുൻ ഓരോ ഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ മുഖങ്ങൾക്കും 3 കണ്ണുകൾ ഉണ്ടായിരുന്നു, ലികുല്ലി സിബത്തിൻ ഐനുൻ 3 കണ്ണെന്ന് വെച്ചാൽ 3 അരുവികൾ, ലികുല്ലി സിബത്തിൻ ഐനുൻ ഓരോ ഗോത്രത്തിനും ഓരോ ഐനായിരുന്നു, ഓരോ അരുവിയായിരുന്നു. അപ്പോൾ എത്രയായി? 12 ആയില്ലേ? 4 മുഖം 3 12ആയി. അപ്പം 12 അരുവികളായിട്ട്. വഖീല പറയപ്പെട്ടു കാനൽ ഹജറു റുഖാമൻ ആ കല്ല് റുഖാമായിരുന്നു. വഖീല പറയപ്പെട്ടു കാന മിനൽ കദ്ദാബി ഫീഹി 12 ഹുഫ്രതൻ അത് കദ്ദാബിൽപ്പെട്ടതായിരുന്നു ആ കല്ല്. ഫീഹി 12 ഹുഫ്രതൻ അതിൽ 12 കുഴികളുണ്ടായിരുന്നു. യംബു മിൻ കുല്ലി ഹുഫ്രത്തിൻ ഓരോ കുഴിയിൽ നിന്നും പൊട്ടിയൊലിച്ചു ഐനുമായി അത് പിന്നെ തെളിനീർ വെള്ളത്തിൻ്റെ നദി ഉറവ വന്ന ഫൈദാ ഫറഹു വറാദ മൂസ ഹമലഹു ലറബഹു ബിഅസാഹു ഫയദ്ഹബുൽ മാഉ അങ്ങനെ അവർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വറാദ മൂസാ നബി അലൈഹി സ്വലാം ഹംലഹു അതിനെ എടുക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ലറബഹു ബിഅസാഹു അപ്പോൾ വടി കൊണ്ടൊരടി അടിക്കും, അപ്പോൾ ഫയദ്ഹബുൽ മാഉ ഇപ്പോൾ വെള്ളം എന്ത് ചെയ്യും? നിന്ന് നിൽക്കും. നമ്മൾ പൈപ്പ് തുറക്കണ പോലെ ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യും? വടി കൊണ്ടടിക്കും. ആവശ്യം കഴിയുമ്പോൾ വടി കൊണ്ടടിക്കുമ്പോൾ അത് നിൽക്കും. വക്കാനസ്കി കുല്ലയൗമിൻ 600 അൽഫിൻ അപ്പോൾ ഓരോ ദിവസവും അതിൽ നിന്നിട്ട് 6 ലക്ഷം ആളുകൾ കുടിക്കുമായിരുന്നു. വക്കാല സഈദ് ഇബ്നു ജുബൈർ പറയണ്ട വൽ ഹജറുല്ലദി വളാ മൂസ സൗബഹു അലൈഹി ലിയഗ്തസില ഫവറ ബിസൗബിഹി മറ ബിഹി അലാ മലഇൻ മിൻ ബനി ഇസ്രായീല ഹീന റമഹു ബിൽ ഉദ്റ ഈ കല്ലേതാണെന്നറിയോ? വഹുവൽ ഹജറുല്ലദി അതൊരു കല്ലാണ്, വളഅ മൂസ അലൈഹി സ്വലാം സൗബഹു അലൈഹി മൂസാ നബി കല്ല് വെച്ച അദ്ദേഹത്തിൻ്റെ വസ്ത്രം വെച്ചല്ലോ ആ കല്ലാണ് ലിയഗ്തസില കുളിക്കാൻ വേണ്ടി വസ്ത്രം അയച്ചു വെച്ച കല്ലാണത്. ഫഫറ ബിസൗബിഹി അതും ഓടി അദ്ദേഹത്തിൻ്റെ വസ്ത്രവുമായിട്ട്, വമറ ബിഹി അപ്പോൾ അല മലയിൻ അദ്ദേഹം അതിൻ്റെ പുറകെ അദ്ദേഹം ഓടിയല്ലോ, അല മലയിൻ ബനി ഇസ്രായില ബനു ഇസ്രായിൽപ്പെട്ട സംഘത്തിൻ്റെ മേൽ, അതായത് സംഘത്തിൻ്റെ അരികിലൂടെ ഓടി, ജനങ്ങളുടെ അരികിലൂടെ അദ്ദേഹം ഓടി. ഹീന റമൗഹു ബിൽ ഉദ്റത്തി അദ്ദേഹത്തിന് ഉദ്റത്ത് ഉണ്ട് എന്ന് അവർ അദ്ദേഹത്തെ ആക്ഷേപിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ലിംഗത്തിന് എന്തുണ്ട്? ഉദ്റത്തെന്ന അസുഖം ഉണ്ടെന്ന്, വീക്കമുണ്ട് എന്ന് പറഞ്ഞ് അവർ നബിയെ ആക്ഷേപിച്ചിരുന്നു. അതായത് അദ്ദേഹം കുളിക്കാൻ നേരത്ത് വസ്ത്രം ഊരാതെയാണ് കുളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ ആക്ഷേപിച്ചു ഇദ്ദേഹത്തിന് എന്തോ അസുഖമുണ്ടെന്ന്. അപ്പോൾ അത് അള്ളാഹു തആല അത് മാറ്റിക്കളഞ്ഞു ഈ സംഭവത്തോടു കൂടി. അങ്ങനെ ഫലമാ വഖഫ അതാഹു ജിബ്രീൽ അതായത് അദ്ദേഹം വസ്ത്രമില്ലാതെയാണ് ഓടിയത് കല്ലിൻ്റെ പുറകെ. എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞ് കല്ലിന് പുറകെ ഓടി. അപ്പോൾ ജനങ്ങളുടെ മുന്നിലൂടെയല്ലേ ഓടുന്നത്. അങ്ങനെ ഫലമാ വഖഫ അതാഹു ജിബ്രീൽ അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം വന്നു. ഫഖാല അണ്ട് പറഞ്ഞു ഇന്നല്ലാഹു തആല യഖൂൽ ഇർഫ ഹാദൽ ഹജറ ഫലീ ഫീഹി ഖുദ്റ അതായത് ആ കല്ലങ്ങനെ ഓടി കല്ല് നിന്നപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് പറയാണ് അല്ലാഹ് പറയാണ് ഇർഫ ഹാദൽ ഹജറ
ഈ കല്ലിനെ അങ്ങ് എടുത്തോ. ഫലീഫിഹി ഖുദ്റത്തുൻ, എനിക്കതിൽ കഴിവുണ്ട്. വലക്കഫി മൂജിസത്തുൻ, അങ്ങേക്കതിൽ അമാനുഷികത്വമുണ്ട്. അങ്ങനെ ഫറഫാവു, അദ്ദേഹം അതിനെ എടുക്കുകയും വളഊഫി മിഖ്ലാത്തി, അദ്ദേഹത്തിൻ്റെ മിഖ്ലാത്തിൽ അതിനെ വെക്കുകയും ചെയ്തു, പെട്ടിയിൽ അതിനെ വെക്കുകയും ചെയ്തതാണ്. അപ്പോൾ ആ കല്ലാണ് ഈ കല്ല്. ഏത്? ഈ അത്ഭുതം, വെള്ളം അടിച്ചപ്പോൾ വെള്ളം പൊട്ടി ഒലിച്ച കല്ല്. കാല ആറ്റാവ് പറഞ്ഞു, കാനദ്രിബു മൂസൈഫിനെ അഷറത്ത് ലർബത്തൻ, മൂസാ നബി ആയിരുന്നു 12 അടിയടിക്കുമായിരുന്നു. ഫയൽഹറു അല മൗലീൻ കുല്ലു ലർബത്തിൻ, അപ്പോൾ ഓരോ അടിച്ച സ്ഥലത്തും വെളിവാകും. മിസ്ലു സദിയിൽ മർഅത്തി, സ്ത്രീയുടെ മാറിടം പോലോത്തത്. അപ്പോൾ ഫയറഖു, അപ്പോൾ ഫസുമ്മ യതഫജ്ജറുൽ അൻഹാർ, അപ്പോൾ അത് വിയർക്കും, പിന്നെ അതിൽ നിന്ന് നദികൾ പൊട്ടി ഒഴുകും. സുമ്മ തസീലു, പിന്നെ അത് ഒലിക്കുമായിരുന്നു. വക്സറു അഹ്ലി തഫ്സീർ യഖൂലൂന, ആ തഫ്സീർ വ്യാഖ്യാതാക്കളിൽ അധിക ആളുകളും പറയുന്നത് ഇൻബജസത്ത് വൻഫജറത്ത് വാഹിദൻ, ഇംബജസത്ത് വൻഫജറത്ത് വാഹിദൻ, അതായത് ഇംബജസത്ത് എന്ന് പറഞ്ഞാൽ ഇംഫജറത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാണെന്ന്. വക്കാല അബു അംറുബിൻ അല പറഞ്ഞു, ഇംബജസത്ത് അരിക്കത്തുനിന്ന്, വൻഫജറത്ത് എന്ന് വെച്ചാൽ ഈ സാലത്തുനിന്ന്. അത് അറക്ക് വിരർത്തു, വൻഫജറത്ത് എന്ന് വെച്ചാൽ ഈ സാലത്ത് ഒലിച്ചു എന്ന്. രണ്ടും വേറെ വേറെ അർത്ഥം. പതാലിക ഔലു താല, അള്ളാഹിൻ്റെ കൗൽ അല്ലേ, അതാണ് അള്ളാഹിൻ്റെ കൗൽ. ഫം ഫജറത്ത് ഐ ഫലറബ, അപ്പോൾ അത് ഫലറബ ഫം ഫജറത്ത് ഐ സാലത്ത് മിൻഹു എന്ന് കണ്ട, അദ്ദേഹം അടിച്ചു, അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്തു? ഒലിച്ചു, വെള്ളം ഒലിച്ചു. ഇഫിനാസ്രത്തായിനെന്ന് വെച്ചാൽ അയ്യാല അതിൽ അസ്ബാത്ത്, നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ, ആ ഗോത്രത്തിൻ്റെ എണ്ണം അനുസരിച്ചാണ് 11 നദികളാണ്, 11 അരുവികളാണ് പൊട്ടിയൊലിച്ചത്, ഉറവകൾ പൊട്ടിയൊലിച്ചു. ഖദ് അലിമ കുല്ലു ഉനാസിം മശ്റബഹും, ഓരോരുത്തരും അറിഞ്ഞു, അവരുടെ കുടിക്കുന്ന സ്ഥലം അറിഞ്ഞു. ഓരോരുത്തരും എന്ത് ചെയ്തു? എല്ലാ മനുഷ്യരും അറിഞ്ഞു, അവരുടെ കുടിക്കേണ്ട സ്ഥാനം അറിഞ്ഞു. അതായത് ലായദുഖുലു മൗലേ ഷുർബി എന്നല്ല പറഞ്ഞു, ലായദുഖുലു സിബുത്തൻ അലാ ഗൈരിഹി ഫി ഷുർബി, ഒരു സിബുത്തും മറ്റൊരാളുടെ മേൽ കടക്കൂല അവൻ്റെ കുടിക്കുന്നതിൽ. അപ്പോൾ ഓരോ ഗോത്രത്തിനും ഓരോ പ്രത്യേക സ്ഥലം ഉണ്ടായിരുന്നു. കുലു, നിങ്ങൾ ഭക്ഷിക്കുക, വഷ്റബു, നിങ്ങൾ കുടിക്കുക, മിൻ റിസ്കിൽ, അള്ളാഹുവിൻ്റെ റിസ്കിൽ നിന്ന്, അള്ളാഹുവിൻ്റെ റിസ്കിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും ആഹാരത്തിൽ നിന്ന് നിങ്ങൾ കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുക. റിസ്ക് എന്ന് വെച്ചാൽ ആഹാരം. നാം പറഞ്ഞു, നാം പറഞ്ഞു ലഹും, അവരോട്, കുലു മിനൽ മന്നി വസൽവ, നിങ്ങൾ എന്ത് ചെയ്യും? മഞ്ഞ് സൽവയിൽ നിന്ന് നിങ്ങൾ തിന്നുക. വഷ്റബു മിനൽ മായി, ഈ വെള്ളത്തിൽ നിങ്ങൾ കുടിക്കുക, ഈ വെള്ളത്തിൽ നിന്ന് കുടിക്കുക. ഫാദാ കുല്ലു, ഇത് മുഴുവനും മിൻ റിസ്കിൽ, അള്ളാഹിൻ്റെ ആഹാരത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ഭക്ഷണത്തിൽപ്പെട്ട. യഅ്തീകും ബിലാ മശക്കത്തിന്, അത് നിങ്ങൾക്ക് വന്നിരിക്കുന്നു, ബിലാ മശക്കത്തിന്, പ്രയാസമില്ലാതെ വന്നിരിക്കുന്നു. വലാ തഅ്സൗ ഫിൽ അർദി മുഫ്സിദീൻ, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്, നാശകാരികളാകരുത്. നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത്, നാശകാരികളായിക്കൊണ്ട്. വൽ ഐസും തഅ്സൗല ഐസു അഷദ്ദുൽ ഫസാദ്, ശക്തിയായ ഫസാദാണ്, കൂടുതൽ കുഴപ്പമുണ്ടാക്കരുത്. യുഖാലു അസായി ഐസൻ എന്ന് പറയാറുണ്ട്, വാസായി ഔസു അസു എന്ന് പറയും, വാസായി ഐസു ഐസൻ എന്നൊക്കെ പറയാറുണ്ട്. വലാ തഅ്സൗ ഫിൽ അർളി മുഫ്സിദീൻ, നിങ്ങൾ കുഴപ്പം ചെയ്യരുത് ഭൂമിയിൽ, നിങ്ങൾ തന്നെ നാശമുണ്ടാക്കുന്നവരായിട്ട്. ഇവിടെ 1-ാമത്തെ നമ്പറിൽ എന്താ പറഞ്ഞത്? ഇവിടെ 1 നമ്പർ കേട്ടോ. 1 മിനൽ കാനമിനൽ കദ്ദാ എന്ന് പറഞ്ഞല്ലോ. 1 അൽ ഹജറു റഹ്വു കന്നഹു മദർ റുബമാക്കാന നഖറൻ, റഹ്വുള്ള കല്ല്. ഇനി ഇന്തിഫാഹുൽ ഹിസിയത്തി, വീക്കം ഉണ്ടെന്നു അല്ലേ? ഇവിടെ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ആരാണ്, അദ്ദേഹം രോഗം, മൂസാ നബിക്ക് രോഗമുണ്ടെന്ന് അവർ മൂസാ നബി ആക്ഷേപിച്ചില്ല, ഉദറത്ത് പറഞ്ഞല്ലോ.
ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.